ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ ചേരുന്നുണ്ട്. രതീഷ്, ഇടുക്കിയിൽ ഇപ്പോൾ ജില്ലയിലും വണ്ടിപ്പെരിയാറിൽ വന്യജീവി ആക്രമണം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. സാഹചര്യം വളരെ സങ്കീർണമാണെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. വണ്ടിപ്പെരിയാറിലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇപ്പൊ ഈ വെടിക്കുഴിക്ക് സമീപം അതായത് ഗ്രാമ്പി എസ്റ്റേറ്റില് ഈ കടുവയെ ആദ്യമായി കണ്ടത്. നാട്ടുകാരാണ് ഇത് കണ്ടത്. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തൊരു നിരീക്ഷണം നടത്തിയിരുന്നു. ഗ്രാമ്പിയിലെ എസ്റ്റേറ്റിന് സമീപത്ത് നടുവിലായി ഈ കടുവ നിൽക്കുന്നത് നാട്ടുകാർക്കൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കണ്ടു. നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തിയപ്പോൾ ഈ കടുവയുടെ കാലിലൊരു പരിക്കുള്ളതായാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കടുവ ഈ പ്രദേശം വിട്ട് ദൂര സ്ഥലത്തേക്ക് പോവുകയില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെ നാട്ടുകാർ നിർദ്ദേശിച്ച നാട്ടുകാർ കാണിച്ചു കൊടുത്ത ആ സ്ഥലത്ത് തന്നെ നിലവിൽ ആടിനെ വെച്ച കെണിക്ക് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടുവ പരിക്കാതെ അധികം ദൂരം പോകുമെന്നുള്ള നിഗമനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിലുള്ളത്. ഈ കടുവ ഈ കൂട്ടിൽ കയറുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് പ്രത്യേക നിർദ്ദേശങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാട്ടുകാരോടും വൈകിട്ട് സമയത്ത് പുറത്തിറക്കരുതെന്നുള്ള ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രദേശത്തുള്ള സ്കൂളിന് കൃത്യമായ അവധി കൊടുത്തിട്ടുണ്ട്. കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കടന്നു പോകുന്ന വഴിക്ക് സമീപമാണ് നാട്ടുകാർ ഈ കടുവയെ കണ്ടത്. എന്തായാലും ഈ പ്രദേശത്ത് 30-ലധികം വനപാലകർ ക്യാമ്പ് ചെയ്താണ് ഈ പ്രദേശം നിരീക്ഷണ വലയത്തിലാക്കിയിട്ടുണ്ട്. ഈ കടുവ വനത്തിലുണ്ടെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. രതീഷ്, കേൾക്കാമെങ്കിൽ ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തൊട്ടാകെ ഈ വന്യജീവി ആക്രമണം ഒരു തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജില്ലയിലും ഗ്രാമ്പിയിൽ ഈ ജനവാസ മേഖലയ്ക്ക് സമീപം ഒരു കടുവയെ കൂടി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? ഈ പ്രദേശത്ത് ജനങ്ങളാകെ പരിഭ്രാന്തരായ ഒരു അവസ്ഥയിലാണ്. കാരണം ഈ കടുവ നാട്ടിലിറങ്ങി നിലവിൽ വളർത്തുമൃഗങ്ങളൊന്നും പിടിച്ചതായി നിലവിൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നാട്ടുകാർ തന്നെ പറയുന്നത് ഈ വിശാലമായ ഈ ഗ്രാമ്പി എസ്റ്റേറ്റിന് സമയത്തുള്ള ഒരു കേഴമാനിനെ ആണ് നിലവിൽ കടുവ ആക്രമിച്ച് കൊണ്ടുപോയത്. ഈ പ്രദേശത്ത് നിരവധി ആളുകൾ വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള പശു ആട ഉൾപ്പെടെയുള്ള വളർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടേക്ക് കടുവ എത്തുമെന്നുള്ളൊരു ഭീതി ജനങ്ങൾക്കുണ്ട്. എന്തായാലും ഏത് സമയത്തും ഈ കടുവ എത്തുമെന്നുള്ളൊരു രീതിയിൽ ജനങ്ങളെ പുറത്തിറങ്ങുന്നതിന് ഉൾപ്പെടെയുള്ള ഒരു ഭയപ്പാടിലാണ്. എത്രയും വേഗം ഈ കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാർ വനപാലകരോട് ആവശ്യപ്പെട്ടത്. ഈ വനപാലകരുടെ നടപടി വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായ പ്രതിഷേധം ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഇന്നലെ രാത്രി തന്നെ കൂട് സ്ഥാപിക്കുന്ന നടപടിയിലേക്ക് കടന്നത്. എന്തായാലും ഇന്ന് നിലവിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂട് കടുവ കുടുങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ നിലവിൽ വ്യക്തമാണ്. രതീഷ് കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വന്യജീവി ആക്രമണം രൂക്ഷമായി തുടരുകയാണ്.